നമ്മൾ ഈ മൊബൈൽ എടുത്തിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് ഈ സാനിറ്റൈസറിൻ്റെ ഒരു ബോട്ടിലുണ്ടായിരുന്നു. ആ ബോട്ടിൽ ഞാൻ ആക്ച്വലി എടുത്തു വെച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, ഇപ്പോൾ മുഖമൊക്കെ വല്ലാതെ നല്ല വെയിലുണ്ട്. അപ്പോൾ മുഖം ഒക്കെ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യാനാണ് ഈ ബോട്ടിൽ വെള്ളം എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത്, അപ്പോൾ ഞാൻ ഇത് ഈ ബോട്ടിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ ട്രൈപോഡ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ തൊപ്പി തൊപ്പി എടുത്തു. ആൻഡ് പിന്നെ വേണ്ടത് എന്താ, നമുക്ക് വേണ്ടത് സൺസ്ക്രീൻ വേണം ഗൈസ്. സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീൻ ഇതാണ് സൺസ്ക്രീൻ സെറമാണ്, അലോവേരയുടെ മാമാർത്തിൻ്റെയാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യണം. പിന്നെ ഇതെടുക്കണം. പിന്നെന്താ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ലാസ്റ്റായിട്ട് ഇപ്പോൾ ഒരു സൺഗ്ലാസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരുക്കത്തിൻ്റെ ഭാഗമായി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് താഴെ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി എടുക്കാറുണ്ട്. സോ പിന്നെ എന്താ പറയുക, ഒരു ഫുൾ സ്ലീവ് ടീഷർട്ടാണ് ഇടാൻ പോകുന്നത്. കാരണം ഇത് തന്നെയാണ് വെയിലടിച്ച് കയ്യിൻ്റെ കളറൊക്കെ 2 കളറാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ടാൻ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ സ്ലീവ് ഷർട്ടാണ് ഇടാൻ പോകുന്നത്, ഒരു ടീഷർട്ട്. ആൻഡ് അതിനുശേഷം ഷൂസ് ഇതൊക്കെ ഇട്ട് ഒരുക്കങ്ങളോടുകൂടി നമുക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാ വിജയാശംസകളും എനിക്ക് തന്നെ നേരുന്നു. വെരി ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു ന്യൂ വ്ളോഗ്. ഇൻട്രോ പറയാൻ വിട്ടുപോയി. സോ ഇന്ന് ജയിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നത്. അറിയില്ല നിന്ന് വട്ടം തിരിയോ ഒന്നുമില്ല, അറിയില്ല. നമുക്ക് നോക്കാം. ഓക്കെ, ഇനി അവിടെ എത്തിയിട്ട് വിശേഷങ്ങൾ കാണിക്കാം. ബൈ. ഇതിപ്പോൾ നമ്മൾ വേറെ വാങ്ങിച്ചൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. നമ്മൾ മാസ്ക് ഉണ്ടല്ലോ, മൊത്തം തലയും ചെവിയൊക്കെ മൂടുന്ന മാസ്ക്. ആ മാസ്കാണ്. എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. 210 രൂപ സംതിങ് ആണ് ഡെലിവറി കോസ്റ്റ് ആയിട്ട് പറയുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ നമുക്കത് ഇട്ടിട്ട് കാണിക്കാം. ഇട്ട് വരുമ്പോൾ ഗൈസ് ഏകദേശം ഇതുപോലെ ഇരിക്കും. ഒരു തീവ്രവാദി ലുക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് ഊരാം. കുഴപ്പമില്ല, നല്ല പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. കഴുത്തിനൊക്കെ ടാൻ അടിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം പ്രൊട്ടക്ട് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ വെയിലത്ത് കളിക്കാൻ പോകുന്നതാണ്. അറിയില്ല ഇതിൻ്റെ യൂസൊക്കെ വേണ്ടി വരും എന്നുള്ളത്. നമുക്ക് നോക്കി നോക്കാം. ആൻഡ് ഫൈനലി നമുക്ക് വേണ്ടത് വെള്ളം എടുക്കണം. പിന്നെ കുറച്ച് തെന്നിമത്തൻ, ഇത് ഞാൻ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതും എടുക്കണം. പിന്നെ അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് നല്ല കട്ടൻ കാപ്പിയുണ്ട്, അതും കഴിച്ചിട്ട് പോകണം. അപ്പോൾ പോയിട്ട് വരാം. അങ്ങനെ ഫൈനലി നമ്മൾ ഈ ഷൂസ്, ഇന്നലെ മേടിച്ച ഷൂസ് ആൻഡ് സോക്സ് ഇതൊക്കെ ഇട്ട് നമ്മൾ പോവാണ്. അങ്ങനെ നമ്മൾ കൃത്യം 7 മണിക്ക് ഗ്രൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. കളി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അയ്യോ അണ്ണ അവർക്കത് നേരട്ടാ, ഒടുക്കത്തെ വെയിൽ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വെയിൽ. ചെറുത് കുറച്ച് വലുതല്ലോ ചെറുതായിട്ട് തോന്നണ എനക്കത്. അല്ല എത്ര ചൂടായാലും കളിക്കാം.
ടെസ്റ്റ് നോക്കണ്ട, അടിക്കേ അടിക്ക്. എന്നാലും അജയ് തുടങ്ങി വെച്ച കളി ഗംഭീരമായിട്ട് കളി മുംബൈയുടെ മറ്റേ കളി പോലെ ഐശ്വര്യ ഇത് കേറില്ലേ? ഇല്ലല്ലേ നമ്മള് വെൽവാറ്റീറോ കൊഴപ്പില്ല, ഇത്ര പേരെങ്കിലും ആക്കിയില്ലേ? എത്ര ജയിക്കാൻ പ്രതീക്ഷ ജാതി പ്രതീക്ഷ കിളി കേട്ടാ. ആ ജയ് തുടക്കം കുറിച്ചു, കിളി ഒടുക്കത്തെ ഇതായി. ഒരു റണ്ണ് മതി. ഓക്കേളേ വെൽഡൺ. നമ്മുടെ കപ്പ് എടുക്കട്ടെ ഞാൻ. ഏറ്റവും നല്ല മനോഹരമായിട്ട്, കാരണം 7 മണിക്ക് കളി വെച്ച് എല്ലാവരും 7 മണിക്ക് തന്നെ ചെയ്തു. വളരെ നല്ല രീതിയിൽ കളി നടത്തി. ഈ കളിയിലെ ഏറ്റവും നല്ല കളിക്കാരൻ കാശി പ്രോമിസിംഗ്. അതെ ഫോട്ടോ ഇല്ലാട്ടാ, വീഡിയോ മാത്രം ഫോട്ടോ ഇല്ലേ? ഫോട്ടോ ഇല്ല, ഫോട്ടോ ഇല്ലാട്ടാ. ചേട്ടാ ഫോട്ടോ ഫോട്ടോ. ഇല്ലില്ല, അതിന് തെറ്റില്ല. 10ാമത്തെ വീട്ടിലേക്ക് ഈ കളിയിൽ ഏറ്റവും നല്ല ഫീൽഡർ, മനോഹരമായിട്ട് ഫീൽഡ് ചെയ്തിട്ടുള്ള അല്ലേ? ഈ ടൂർണമെന്റിലെ ഏറ്റവും നല്ല കളിക്കാരൻ ഒരു പ്രോത്സാഹന സമ്മാനം നിങ്ങൾക്കാണോ പ്രോത്സാഹന സമ്മാനം? നല്ല കളി കാഴ്ച ടീം ടീം ഗ്രീൻ. ടീം ഗ്രീൻ്റെ എല്ലാ പ്ലേയേഴ്സിനും, ടീം ഗ്രീൻ്റെ എല്ലാ പ്ലേയേഴ്സിനും പച്ച പച്ച കാണിച്ചത് അതാണ് പച്ച ഗ്രീൻ. ഫോട്ടോ എടുത്തില്ലേടാ, ഫോട്ടോ എടുത്തില്ലേടാ. ഓ
കീറമ്പള്ളാട് ആദ്യമായിട്ട് കേട്ടോ കളിച്ചിട്ട് ട്രോഫി അടിക്കാൻ പോണേ സെക്കൻഡ് ട്രോഫി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അടുത്ത കളിയില് അങ്ങനെ പറയല്ലേ നിങ്ങളെ കളി പുറത്തേക്കില്ലേ ടീം ബ്ലൂവിന്റെ എല്ലാ കളിക്കാരി പക്ഷെ ഒരു ബ്ലൂ ഞങ്ങൾക്ക് അങ്ങനെ വിളിച്ചാൽ മതി റെക്കോർഡ് വിന്നേഴ്സ് ഈ കളിയിലെ വിന്നേഴ്സ് ടീം ബ്ലൂ ക്യാപ്റ്റൻ രവി ബ്ലൂട്ട് എല്ലാവർക്കും വരാൻ പറ്റുമോ ബ്ലൂട്ട് സിംഗം കാശി ആദി അമൻ അലൻ സീസണിലെ മൂന്നാമത്തെ ടൂർണമെന്റ് ടീം ബ്ലൂ കരസ്ഥമാക്കിയിരിക്കുന്നു. വെള്ളം ചേർത്തതോ മൂന്നാമത്തെ 2024 മൂന്നാമത്തെ. നിങ്ങളൊന്നും മിണ്ടാണ്ട് എനിക്കറിയാട്ടാ എനിക്കറിയാം ആ കപ്പ് ഓടിക്കാൻ അത് വേറെന്തോണ് എന്റെ ക്യാപ്റ്റൻ സാറ് നമുക്ക് അത്രയും പിന്നെ ഈ ടൂർണമെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഈ ടൂർണമെന്റോടുകൂടി കഴിഞ്ഞു. അത് ടീമിന്റെ ജയത്തിന് വേണ്ടി പലരുടെയും അതിന് ശരിക്കും നിന്റെ ചെലവ് വേണം, നിന്റെ ചെലവ് വേണം ഇതിന്. ഇത് കളി കഴിഞ്ഞ് നിന്റെ വക ചെലവ്, കളി കഴിഞ്ഞ തീരെ ചെലവ്. നീ നാളെ കൂട്ട് അതെ അതെ വിളിച്ച പറഞ്ഞ ആളെ കൂട്ടാൻ അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞു, വീട്ടിലെത്തി കുളിച്ച് ഫ്രഷായി ഇനി ഫുഡ് കഴിക്കാൻ പോകണം. രാവിലെ 7 മണിക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ നല്ല വെയിൽ കൊണ്ട് കളിച്ച് ക്ഷീണിതനായി വന്നേക്കുവാണ്. പിന്നെ ഇപ്പോൾ നല്ലപോലെ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വേണം ബാക്കി പരിപാടികൾ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം കളിക്കാൻ പോയിട്ട് കപ്പടിച്ചു ഗൈസ്. അപ്പോൾ ഊണ് കഴിക്കാൻ പോവാം. നല്ല ചിക്കൻ കറിയാണ്.